നമ്മുടെ ഒറിജിനൽ ഹണി റോസ് മകളായിട്ട്, ഇറച്ചിവിട്ടുകാരൻ്റെ മകളായിട്ട് ഒപ്പം കട്ടയ്ക്ക് ഞങ്ങൾ അഭിനയിച്ചു. ആനന്ദിനിക്ക് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തെല്ലാം ചെയ്ത ഒരു സിനിമ. ആ സിനിമ അവസാനം കഴിഞ്ഞ ഓണം പറഞ്ഞു. അപ്പൊ ഓണത്തിന് ഞാൻ ബാദുഷനെ ചോദിച്ചപ്പോൾ ബാദുഷ പറഞ്ഞൊരു മറുപടി എനിക്ക് ഇഷ്ടമായി. ചേട്ടാ, ഈ ഓണം പച്ചക്കറിയുടെ സമയമല്ല ചേട്ടാ, നമുക്ക് കടിച്ചു വലിക്കാനൊക്കെ ഉള്ള സമയത്ത് റിലീസ് ചെയ്യണം, ക്രിസ്മസിലേക്ക് റിലീസ് ചെയ്യണം. അപ്പൊ ഞാൻ വെച്ചത് തമാശയായിട്ട് പറഞ്ഞായിരിക്കും. നോക്കുമ്പോൾ December 6 വന്നു. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ബാദുഷ പറഞ്ഞ പോലെ ക്രിസ്മസിനോടൊപ്പം നമുക്കെല്ലാവർക്കും ഈ സിനിമ കാണാം. അതിലുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഞാനിന്ന് കാലത്ത് മഞ്ജുവിനോട് പറഞ്ഞു, മഞ്ജു, സിനിമ തിയേറ്ററിൽ ഓടാതിരിക്കുന്നത്, സിനിമ ഒരു നല്ല സിനിമയാണ്. പക്ഷെ ഒരു പ്രൊഡ്യൂസർക്ക്, അല്ലെ ചേട്ടൻ അറിയാം, ഒരു പ്രൊഡ്യൂസർക്ക് പൈസ ഉണ്ടാകുന്നൊരു ഭാഗ്യം കൂടി ദൈവം കൊടുത്ത ഈ പടം നല്ല നിലയിൽ എത്തുമെന്നുള്ള കാര്യത്തിന് അതുകൂടി വേണം. ഒരു 60% ഭാഗ്യമാണല്ലോ സിനിമ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 60% ഭാഗ്യവും 40% കഴിവും 10% കൈകിരിപ്പും. ഈ 10% കൈകിരിപ്പിന്റെ കൊള്ളില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ 60% ഭാഗ്യത്തിൽ മഞ്ജു പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇന്ന് ഇതെല്ലാം കണ്ടപ്പോൾ തോന്നുന്നത്. എന്തായാലും വളരെ സന്തോഷം. സിനിമ വിജയിക്കട്ടെ. ഇതുപോലുള്ള സിനിമകളാണ് നമ്മൾക്ക് കുറെ നാളായിട്ട് ഇല്ലാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഭരതൻ സാറിന്റെ താഴ്വാരം എന്നുള്ളൊരു സിനിമയുടെ ഒരു മൂടാണ് എനിക്ക് ഇതിന്റെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. കാരണം പച്ചയായ മനുഷ്യർ, അവരുടെ വികാരം, അവരുടെ പ്രതികാരം, ഇതെല്ലാമാണ് ഈ സിനിമയിൽ കൂടെ ഇവർ പറയാൻ ആഗ്രഹിച്ചത്.